കുട്ടികൾക്കും സ്ത്രീകൾക്കും പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി ഡോക്ടേഴ്സ് വ്യൂ. ഞാൻ ഡോക്ടർ പ്രിയ നായർ. ഞാൻ ചൈതന്യ ഐ ഹോസ്പിറ്റൽ തിരുവല്ലയിലെ മെഡിക്കൽ റെറ്റിന കൺസൾട്ടൻ്റാണ്. അപ്പോൾ ഇവിടുത്തെ റെറ്റിന ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. OCT എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കാനുണ്ട്, ഫണ്ടസ് ഫ്ലൂറിസെൻ്റ് ആൻജിയോഗ്രാഫി നമുക്ക് ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഇൻട്രാവിട്രൽ ഇഞ്ചെക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ലേസർ നമുക്ക് ഡയറക്റ്റ് ലേസറും ഉണ്ട്, ഇൻഡയറക്റ്റ് ലേസറും ഇവിടെയുണ്ട്. പിന്നെ PDT എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. റെറ്റിന സർജറീസ് എല്ലാവിധം ടൈപ്പ് റെറ്റിന സർജറീസും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. റെറ്റിന പേഷ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാറ്ററാക്ട് പേഷ്യൻസിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു വൺ ടൈം ട്രീറ്റ്മെൻറ്റ് ആണ്. ഒന്ന് അവരെ ട്രീറ്റ് ചെയ്താൽ അവരുടെ അസുഖം മാറി അവർക്ക് വീട്ടിൽ പോകാം. പക്ഷേ റെറ്റിന പേഷ്യൻസ് യൂഷ്വലി ഒരു ലൈഫ് ലോങ് ഫോളോ അപ്പും ട്രീറ്റ്മെൻറ്റും വേണ്ട പേഷ്യൻസാണ്. അപ്പം നല്ല ഫെസിലിറ്റി ഉള്ള സെൻറ്റേഴ്സിലെ അവർക്ക് ആ ഫുൾ ഫോളോ അപ്പ് നേരെ ചൊവ്വേ അവർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഒരു ലൈഫ് ലോങ് ഫോളോ അപ്പ് അവർക്ക് വേണം. അത് ഓഫൺ റിപ്പീറ്റഡ് സ്കാൻസും റിപ്പീറ്റഡ് ഇഞ്ചെക്ഷൻസും റിപ്പീറ്റ് സർജറീസും ഒക്കെ പലപ്പോഴും അവർക്ക് വേണ്ടി വരുന്ന പേഷ്യൻസാണ്. അത് കാരണം റിക്വയർ നല്ലൊരു സെറ്റപ്പിൽ തന്നെ വേണം അവർക്ക് ട്രീറ്റ്മെൻറ്റ് ലഭിക്കാൻ. അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് വേണ്ട വിധം എല്ലാ ട്രീറ്റ്മെൻറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓൾ ഡയബറ്റിക് പേഷ്യൻസ് നമ്മൾ റുട്ടീനായിട്ട് പറയുന്ന കാര്യമാണ്, അവർ വൺസ് എ ഇയർ ഒന്ന് കണ്ണ് ചെക്ക് ചെയ്യിപ്പിക്കണം. അവർക്ക് എന്തെങ്കിലും കണ്ണ് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരത് റുട്ടീനായിട്ടൊന്ന് ഡയലേറ്റഡ് റെറ്റിന ചെക്കപ്പ് അവർ നടത്തിയിരിക്കണം. എന്ന് വെച്ചാൽ പലപ്പോഴും അസുഖം അവരറിയാതെ തന്നെ നന്നായിട്ട് അങ്ങ് കൂടുന്ന സ്റ്റേജിലായിരിക്കും അവർക്ക് കാഴ്ചക്കുറവുണ്ടാവുക. അപ്പം അതിന് മുമ്പ് ഇത് കണ്ടുപിടിച്ചാൽ നമുക്കത് ബെറ്ററായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അതിന് ഓഫൺ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഓഫൺ നമ്മൾ 2 OCT എന്ന് പറഞ്ഞ സ്കാനും ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞൊരു പരിശോധന ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഓഫൺ ഇവർക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ണിൽ ഇൻട്രാവിട്രൽ ഇഞ്ചെക്ഷൻസ്, അഡ്വാൻസ്ഡ് അസുഖത്തിന് റെറ്റിന സർജറിയും പലപ്പോഴും വേണ്ടി വരാറുണ്ട്. അതാണ് കോമൺ ആയിട്ട് നമ്മളിവിടെ കാണുന്ന റെറ്റിനയുടെ അസുഖം, ഡയബറ്റിക് റെറ്റിനോപ്പതി. പിന്നെ അതുകൂടാതെ നമ്മുടെ ഇവിടെ നമുക്ക് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയാൻ നമുക്കൊരു പീഡിയാട്രിക് ഓഫ്തൽമോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഡോക്ടർ സ്വപ്ന നായരാണ് വരുന്നത്. നമുക്ക് പിള്ളേരുടെ എല്ലാവിധം ട്രീറ്റ്മെൻറ്റും ഇവിടെ നൽകാൻ സാധിക്കും. അതുപോലെ നമുക്കൊരു ഗ്ലോക്കോമ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഡോക്ടർ തോമസ് ജോർജാണ് വരുന്നത്. ഗ്ലോക്കോമയ്ക്ക് വേണ്ടി സ്കാൻസ്, ഫീൽഡ് ടെസ്റ്റിംഗ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഗ്ലോക്കോമയുടെ സർജറി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ കാറ്ററാക്റ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് കാറ്ററാക്ട് സർജറിയാണ് നമ്മുടെ ഇവിടെ ചെയ്യുന്നത്. OP പ്രൊസീജിയറാണ്, ഇഞ്ചെക്ഷനൊന്നും വേണ്ട. രാവിലെ വന്നാൽ ഉച്ചയാകുമ്പോഴത്തേക്കും യൂഷ്വലി പേഷ്യൻ്റ് എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിട്ട് പോകാൻ പറ്റും. ആൻഡ് ബൈ 1 വീക്ക് യൂഷ്വലി അവരുടെ പഥ്യങ്ങളും എല്ലാം കഴിയും ആഫ്റ്റർ കാറ്ററാക്ട് സർജറി. ഇവിടുത്തെ ഒരു ബ്രാഞ്ചായിട്ട് നമുക്ക് കോട്ടയത്തും ചൈതന്യയുടെ OP ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അവിടെ നമുക്ക് എല്ലാ ചെക്കപ്പും ഒക്കെ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡീറ്റെയിൽ പ്രൊസീജിയേഴ്സോ ഹയർ പ്രൊസീജിയേഴ്സോ എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം നമ്മൾ അവരെ ഇങ്ങോട്ട് റെഫർ ചെയ്യാറുണ്ട്. ഫോളോ അപ്പ് ഒക്കെ നമുക്ക് കോട്ടയത്ത് തന്നെ നടത്താൻ പറ്റാറുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് ട്രാവൽ ബുദ്ധിമുട്ടുമൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഈ മെഷീൻ ഒരു OCT മെഷീൻ എന്ന് പറയും. ഇത് കണ്ണിൻ്റെ ഒരു സ്കാൻ ചെയ്യുന്ന മെഷീനാണ്. ഇറ്റ്സ് കോൾഡ് റീവോ സ്ട്രാറ്റസ് OCT മെഷീൻ. ഇത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് അഡ്വാൻസ് മെഷീൻസാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഇത് വെച്ച് നമുക്ക് കണ്ണിൻ്റെ റെറ്റിനയുടെ ഓരോ പാർട്സും സ്കാൻ ചെയ്യാൻ പറ്റും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അസുഖങ്ങളെ കുറിച്ച് ഇത് വെച്ച് അറിയാൻ പറ്റും. ഈ മെഷീനിൽ നോട്ട് ജസ്റ്റ് സ്കാൻ, ഇത് ഇമേജസ് റീകൺസ്ട്രക്ട് ചെയ്ത് നമുക്കൊരു 3D ഇമേജ് വരെ തരും. നമുക്ക് കാണാവുന്നതിനപ്പുറം ഒത്തിരി കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് ഈ സ്കാനിൽ കൂടി അറിയാൻ പറ്റും. ഇത് ഹാംലെസ് സ്കാനാണ്, അതിന് റേഡിയേഷൻ ഒന്നും ഇൻവോൾവ് അല്ല. ആൻഡ് വളരെ വളരെ യൂസ്ഫുൾ ആണ്.
ഇത് വെച്ച് നമുക്ക് റെറ്റിനയുടെ ഓരോ ലെയേഴ്സ് തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒരു ഹിസ്റ്റോപത്തോളജിക്കൽ സ്റ്റഡി നടത്തുന്ന പോലെ തന്നെ ഒരു എഫക്റ്റ് കിട്ടും. ദാറ്റ് ഈസ് ഒരു ഇൻവേഷനും ഇല്ലാതെ. ഇറ്റ്സ് എ നോൺ കോൺടാക്ട് ടെക്നിക്. പേഷ്യൻ്റെ കണ്ണിൽ തൊടുകയെ വേണ്ട. ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് നമുക്ക് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവുകൾ കിട്ടാൻ പറ്റും കണ്ണിൻ്റെ ഞരമ്പിനെ. ഇതുപോലെ തന്നെ മാക്യുല അല്ലെങ്കിൽ കണ്ണിൻ്റെ ഓപ്റ്റിക് നെർവ്, രണ്ട് സ്ട്രക്ചേഴ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഭാഗം അസുഖം ഉണ്ടെങ്കിൽ അവിടെ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റും ഈ സ്കാൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വേറെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഈ സ്കാൻ എപ്പം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് അസുഖം നമ്മുടെ മരുന്നിനോടോ നമ്മുടെ ലേസറിനോടോ ഇഞ്ചക്ഷനോടോ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തതെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പേഷ്യൻ്റ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഫോളോ അപ്പിന് ഇത് വളരെ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഈ മെഷീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് റെറ്റിന മാത്രമല്ല ആൻറ്റീരിയർ സെഗ്മെൻറ്റും നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. കണ്ണിൻ്റെ മുൻവശവും സ്കാൻ ചെയ്യാൻ പറ്റും. അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഈ മെഷീൻ എ സ്കാൻ മെഷീൻ എന്ന് പറയും. ഇറ്റ് ഈസ് ആക്ച്വലി സൈസിൻ്റെ IOL മാസ്റ്ററാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ആക്യുറേറ്റ് മെഷീൻസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റാണ്. ഇത് വെച്ച് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ട പേഷ്യൻസിൻ്റെ കണ്ണിൻ്റെ അകത്ത് വെക്കുന്ന ലെൻസിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ ആക്യുറേറ്റ് ആണ്. യൂഷ്വലി സർജറി കഴിയുമ്പോൾ പേഷ്യൻസിന് ആ ലെൻസ് പവർ കറക്റ്റ് ആണെങ്കിൽ അവർക്ക് ഗ്ലാസ് ഇല്ലാതെ തന്നെ വളരെ നല്ല അകലക്കാഴ്ച കിട്ടും. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ മെഷീൻ. വേറെ ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് ഉള്ളത്, കമ്പയർഡ് ടു സ്റ്റാൻഡേർഡ് മെഷീൻസ്, ഇത് നോൺ കോൺടാക്റ്റ് ആണ്. അപ്പം പേഷ്യൻ്റെ കണ്ണിൽ തൊടാതെ തന്നെ പേഷ്യന് ഒരു കോൺടാക്റ്റും ഇല്ലാതെ നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. അപ്പം ഇൻഫെക്റ്റീവ് ഡിസീസസ് അങ്ങനെ വല്ലതൊക്കെ ഉള്ള പേഷ്യൻസിനും സേഫായിട്ട് ചെയ്യാം. പേഷ്യൻസിന് അങ്ങോട്ട് ഇൻഫെക്ഷൻ ഒന്നും വരാനും ചാൻസ് തീരെ കുറവായിരിക്കും ഈ മെഷീനിൽ ഇത് ചെയ്യുമ്പം. ഇത് നമ്മുടെ കോർണിയൽ ടോപ്പോഗ്രാഫി മെഷീനാണ്. ഇത് വെച്ച് ബേസിക്കലി നമുക്ക് പേഷ്യൻ്റെ കോർണിയയുടെ കർവേച്ചർ സ്റ്റഡി ചെയ്യാനുള്ള മെഷീന്. യൂഷ്വലി ചെറുപ്പക്കാർക്കുള്ള ചില അസുഖം കെരറ്റോകോണസ് അതൊക്കെ കണ്ടുപിടിക്കാൻ ഇത് വളരെ യൂസ്ഫുള്ളാണ്. കോർണിയയിൽ എന്തെങ്കിലും വീക്ക് ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കാൻ യൂസ്ഫുള്ളാണ്. ഇതും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെഷീനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടസ് ക്യാമറയാണ്. അത് നമ്മുടെ കണ്ണിൻ്റെ ഫണ്ടസിൻ്റെ പിക്ചർ, ദാറ്റ് ഇസ് കണ്ണിൻ്റെ ഉൾവശത്തിൻ്റെ പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒരു ഡിജിറ്റൽ ക്യാമറയാണ്. അത് കാരണം നമ്മൾ പിക്ചേഴ്സ് എടുക്കുന്ന ഉടനെ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് വെച്ച് നമുക്ക് പലതരം ഫോട്ടോസ് എടുക്കാം. കളർ ഫോട്ടോഗ്രാഫി ഉണ്ട്, പിന്നെ കുറേ ഫിൽറ്റേഴ്സ് വെച്ചുള്ള ഫോട്ടോഗ്രാഫി ഉണ്ട്. ദാറ്റ് ഇസ് റെഡ് ഫ്രീ ഫിൽറ്റേഴ്സ്, ഗ്രീൻ ഫിൽറ്ററൊക്കെ ഇട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. പിന്നെ ഫണ്ടസ് ഓട്ടോഫ്ലൂറസൻസും നമുക്ക് ഇത് വെച്ച് ചെയ്യാം. ഇതിൻ്റെ പ്രധാന ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഫണ്ടസ് ഫ്ലൂറസൻ ആൻജിയോഗ്രാഫിയാണ്. അത് കണ്ണിൻ്റെ ഹാർട്ടിൻ്റെ പോലെ തന്നെ ഉള്ളൊരു ആൻജിയോഗ്രാഫി ആണ്. ദാറ്റ് ഇസ് കയ്യിൽ ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്ത് ഈ ഡൈ കണ്ണിൻ്റെ ഞരമ്പുകളിൽ വരുമ്പം നമുക്ക് ഈ ക്യാമറ വെച്ച് പടങ്ങളെടുത്താൽ നമുക്ക് കണ്ണിൻ്റെ രക്തഓട്ടം, ബാക്കി റെറ്റിനയുടെ അസുഖങ്ങളെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ ടെസ്റ്റ് ചെയ്യുമ്പം. ഇത് ലൈക്ക് ഒരു ആൻജിയോഗ്രാമാണ്. ആൻജിയോഗ്രാഫി ചെയ്തതിൻ്റെ ഒരു പടമാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ണിൻ്റെ രക്തോട്ട് അതെല്ലാം ഇത് വെച്ച് അറിയാൻ പറ്റും. ഈ മെഷീൻ്റെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഭാഗം പ്രത്യേകിച്ച് മാഗ്നിഫൈ ചെയ്ത് കാണണമെങ്കിൽ അതും നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ B-സ്കാൻ മെഷീനാണ്. ഇതും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെഷീനാണ്. നമുക്ക് കണ്ണിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്തപ്പം നമുക്ക് ഈ മെഷീൻ്റെ സഹായം വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് വെച്ച് നമുക്ക് കണ്ണിൻ്റെ പുറകിലത്തെ ഡീറ്റെയിൽസൊക്കെ ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. എസ്പെഷ്യലി ഒരു ഡെൻസ് കാറ്ററാക്ട്, ഭയങ്കരമായിട്ട് തിമിരം ബാധിച്ച കണ്ണിന് പുറകോട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ മെഷീൻ വെച്ച് അറിയാൻ പറ്റും. അതുപോലെ ഓർബിറ്റിൽ എന്തെങ്കിലും തടുപ്പുകളോ വല്ലതും ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ മെഷീൻ വെച്ച് അറിയാൻ പറ്റും. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെഷീനാണ്.